എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് റെഗുലർ അഡ്മിഷൻ 2024-25 അധ്യയന വർഷത്തെ ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാനുള്ള അവസരം, അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷനാണ് ഇനി വരുന്നത്. അതുകൊണ്ട് തന്നെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ, അതായത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം. അപ്പോൾ പല വിദ്യാർത്ഥികളും എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് കാണുന്നില്ലല്ലോ എന്നിങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 6-ാം തീയതി രാത്രി വരെ ഓൺലൈനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വെബ്സൈറ്റിലുണ്ട്. ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴായിട്ട് വേക്കൻസി പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതായത് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് റെഗുലർ അഡ്മിഷൻ 2024-25 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് വേക്കൻസി പൊസിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾ ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജിലാണ് അഡ്മിഷൻ നേടുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുകയും അതിനുശേഷം ഏത് പോളിടെക്നിക് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്യുകയും ഓക്കെ കൊടുക്കുകയും ചെയ്യുക. ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിലും എത്ര വീതം സീറ്റ് ഏത് കോഴ്സിലാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇതേ രീതിയിൽ മുകളിലായിട്ട് ആ ഒരു കോഴ്സിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ടാകും. ഏത് കോഴ്സാണ് അത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നേരത്തെയുള്ള ആ ഒരു ഹോം പേജിൽ വരികയും അതിനുശേഷം ഡൗൺലോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രോഗ്രാംസ് ആൻഡ് കോഡ്സ് അനക്സ്റ്റർ 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ ഓരോ കോഴ്സിൻ്റെയും ആ ഒരു ഫുൾ ഫോം, ഓരോ കോഴ്സ് കോഡിൻ്റെയും പൂർണ്ണ രൂപം കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള പോളിടെക്നിക് കോളേജിൽ നിങ്ങളുടെ കാറ്റഗറിയിലോ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം വൺ ടൈം രജിസ്ട്രേഷൻ റെഗുലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ഡീറ്റെയിൽസ് അതായത് കൃത്യമായിട്ട് വായിച്ച് നോക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള സയൻസ്, കെമിസ്ട്രി, അതുപോലെ ഫിസിക്സ് എന്നിവ പറഞ്ഞിട്ടുള്ളത് 10-ാം ക്ലാസ്സിൻ്റെതാണ്. അപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ ഇപ്പോൾ പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അതിനായിട്ട് പ്രിൻറ്റ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരത്തെയുള്ള ആ ഒരു ഹോം പേജിൽ തന്നെ വരികയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾ ഇവിടെ, അതായത് കുറച്ച് പോളിടെക്നിക് കോളേജിൻ്റേത് ഇവിടെ വന്നിട്ടുള്ളത് കാണാം. ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു വന്നിട്ടുള്ള ഷെഡ്യൂൾ കറക്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിലാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഷെഡ്യൂളാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ നൽകിയിട്ടുണ്ട് ഡീറ്റെയിൽസ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാം, ഇത് കൈമറ്റം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ 2024-25 അധ്യയന വർഷത്തെ ത്രിവത്സര ഡിപ്ലോമ കോഴ്സിലേക്കുള്ള ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ 12/8/2024 തിങ്കളാഴ്ച ഈ ഒരു സ്ഥാപനത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. രജിസ്ട്രേഷൻ സമയം രാവിലെ 9 മുതൽ 11 മണി വരെ ആയിരിക്കും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അന്നേ ദിവസം അപേക്ഷ സമർപ്പിച്ച് കൗൺസിലിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 1/8/2024 മുതൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകളും ഇതിനു മുമ്പ് പ്രവേശനം എടുത്തവർ അഡ്മിഷൻ സ്ലിപ്പ് ഹാജരാക്കേണ്ടതാണ്. അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഫീസ് ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി കൊടുക്കണം. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള എല്ലാ വിഭാഗക്കാർക്കും, അതായത് SC, ST, OBC വിഭാഗക്കാർക്കും അർഹമായിട്ടുള്ള ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. PTA ഫണ്ട് പണമായിട്ട് നൽകണം. അത് ഏകദേശം ഒരു 3000-ഓളം രൂപ വരും. അതുപോലെ തന്നെ അഡ്മിഷന് വിദ്യാർത്ഥിയോടൊപ്പം രക്ഷകർത്താവ് ഹാജരാവേണ്ടതാണ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റേത് ഇതേ രീതിയിൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അവിടെ എപ്പോഴാണ് ഈ ഒരു അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഏത് സമയത്താണ്, അതായത് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും എത്ര മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അവിടെ എത്തിച്ചേരണം എന്നുള്ളത്. അപ്പോൾ ചില പോളിടെക്നിക് കോളേജിൻ്റേത് ഇതേ രീതിയിൽ നൽകിയിട്ടുള്ളത് കാണാൻ സാധിക്കും. അതായത് സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട THSLC സർട്ടിഫിക്കറ്റുള്ള അതുപോലെ VHSC വിഭാഗത്തിലുള്ള എല്ലാ വിഭാഗക്കാരും എന്നിങ്ങനെയൊക്കെയുള്ള ചില പോളിടെക്നിക് കോളേജിൽ ഈ ഒരു രീതിയിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികൾക്കും ഈ ഒരു സമയത്ത് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്, അത് പോയിട്ട് പോളിടെക്നിക് കോളേജിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും ചെയ്യേണ്ടത്, ഓൾറെഡി അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട്, അതായത് നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിലൊക്കെയാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് അതിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് സ്പോട്ട് അഡ്മിഷൻ്റെ ഷെഡ്യൂൾ ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ചെക്ക് യുവർ റാങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ചില പോളിടെക്നിക് കോളേജിൽ ഈ ഒരു റാങ്ക് പ്രകാരമല്ല, നിങ്ങൾ ഇന്ന ദിവസം ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോവുകയും അത് ഷെഡ്യൂൾ പ്രകാരം നോക്കിയിട്ട് ആ ഒരു ദിവസം നിങ്ങൾ പോളിടെക്നിക് കോളേജിൽ പോവുകയും നിങ്ങൾ ആ ഒരു സമയത്ത് അവിടെ പോയിട്ട്, അതായത് ഇന്ന ദിവസം രാവിലെ 11 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 9 മണിക്ക് മുമ്പായിട്ട് എത്തിച്ചേരാനൊക്കെ പറയും. അപ്പോൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ നോക്കിയിട്ട് ആ ഒരു ദിവസം തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നേരെ ആയിട്ട് ആ ഒരു പോളിടെക്നിക് കോളേജിൽ എത്തുകയും നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും എടുത്ത്, ഓൾറെഡി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഇതും എടുത്തുകൊണ്ട് നിങ്ങൾ പോവുകയും പോയ ശേഷം നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സ്പോട്ട് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ നിങ്ങൾ നേരിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ ഹാജരായി അവിടെ രജിസ്ട്രേഷൻ ചെയ്യുകയും രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അതായത് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അവിടുത്തെ വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങളെ അഡ്മിഷനായിട്ട് വിളിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് അവിടെ അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടും ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും, അതുപോലെ തന്നെ ഓൾറെഡി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പും അതുപോലെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ ഒക്കെ കോപ്പിയും എടുത്തുകൊണ്ട് ആ ഒരു പോളിടെക്നിക് കോളേജിൽ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് ആ ഒരു നിശ്ചിത സമയത്തിനകം അവിടെ പോയിട്ട് അതിൽ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതിൽ ആ ഒരു സ്പോട്ട് അഡ്മിഷന് പോയിട്ട് അവിടെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും അഡ്മിഷൻ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണ് ചെയ്യുക. നിലവിൽ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുകയും അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ തന്നെ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ മാത്രം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം ഈ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആ ഒരു പോളിടെക്നിക് കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം ആ ഒരു പോളിടെക്നിക് കോളേജിൽ ഏത് സമയത്താണ് ഏത് ദിവസമാണ് പോവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു സമയത്തിനകം പോയിട്ട് അതിൽ പങ്കെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പോളിടെക്നിക് കോളേജിലെ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.